അല്ല എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഈ പുതിയ ഈ ചാനൽ ഷോസിലൊക്കെ ഈ കോമഡി ഷോസിലൊക്കെ നമ്മൾ ജഡ്ജായിട്ടിരിക്കുമ്പോഴും ഈ പുതിയ പെൺകുട്ടികൾ വരുമ്പോഴും നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന സുബിയാണ്. അപ്പം നമ്മൾ ഇവരെല്ലാം കമ്പയർ ചെയ്യുന്ന സുബിയായിട്ട്. നിങ്ങൾ ഉഗ്രനാണ് കേട്ടോ, നിങ്ങൾ നല്ല ആർട്ടിസ്റ്റാണ്. ചില സമയത്ത് സുബിയുടെ ചില സാമ്യം വരുന്നുണ്ടെന്ന് പറയുമ്പം അവർക്ക് ഭയങ്കര സന്തോഷമാണ്, മനസ്സിലായി. അപ്പോൾ അവർ പറയാറുണ്ട്, അയ്യോ താങ്ക് യു കേട്ടോ, സുബി ചേച്ചിയായിട്ട് അങ്ങനെ കമ്പയർ ചെയ്തതിന് ഒരുപാട് സന്തോഷം എന്ന് പറയാറുണ്ട്. കാര്യം നമുക്ക് ഈ സ്റ്റേജിൽ ഒരു പെൺകുട്ടി ഭംഗിയായിട്ടൊരു സ്കിറ്റ് പെർഫോം ചെയ്യുമ്പം നമുക്ക് വേറെ ആരും ഓർമ്മ വരില്ല. ഇപ്പോഴും നമ്മൾ സ്കിറ്റ് എഴുതുമ്പോൾ ഇപ്പം അറിയാതെ ഞാനത് പറയാൻ പറ്റുമായിരുന്നു, ടിനിച്ചേട്ടൻ പറഞ്ഞാൽ പറയാൻ പറ്റുമായിരുന്നു. ചേട്ടൻ പറ, അത് തന്നെ ആയിരിക്കും. അല്ല, ഇങ്ങനെ നമ്മൾ സ്കിറ്റ് എഴുതുമ്പോൾ അത് ഇങ്ങനെ അറിയാതെ അറിയാണ്ട് വരും. ഞാൻ ഈ ഇടയ്ക്കൊരു എൻ്റെ വീട്ടിലൊരു ചടങ്ങിന് ഇങ്ങനെ പലരും ഘട്ടമായിട്ട് വിളിക്കുമ്പോൾ ഞാൻ പറയും, ഒരു ദിവസം ഇന്ന ആൾക്കാർ വരും. ഒരു ദിവസം നമ്മുടെ പരിചയത്തിലുള്ള ഈ സാഹൻ ചേട്ടൻ സുബി അങ്ങനെ എന്റെ ഭാര്യ പറഞ്ഞു, സുബിയോ എന്ന് ചോദിച്ചു എന്നോട്. കാരണം നമുക്കിത് ഇപ്പോഴും ഫുള്ളായിട്ട് അങ്ങ് ഫുള്ളായിട്ട് അങ്ങനെ ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ വന്നിട്ടില്ല. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഞാനിത് വണ്ടിയിലിരിക്കുമ്പം നാളെ ഉച്ച കഴിഞ്ഞിട്ട് ഇങ്ങനെ പിഷാരരുടെ ഷോയുടെ ഇതാണ്, നാളെ ആരെക്കുറിച്ച് ഇൻ്റർവ്യൂ, ഇത് ആരുടെ എപ്പിസോഡ്, ഞാൻ പറഞ്ഞു സുബിയുടെ. അപ്പോൾ എൻ്റെ വൈഫിനോട് പറയും, സുബിയൊക്കെ മരിച്ചു എന്നുള്ള ഇപ്പോഴും അങ്ങോട്ട് എൻ്റെ വൈഫ് പറഞ്ഞാണ്, മനസ്സിലായില്ലേ. അപ്പോൾ അവർക്ക് നമ്മളിലൂടെയാണ് പരിചയം.